ഇറാൻ രാഷ്ട്രം ചരിത്രത്തിലെ നിർണായകമായ ഒരു ഭരണവിരുദ്ധ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. തെരുവുകളിൽ ആളിക്കത്തുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ ഭരണകൂടം നേരിടുന്നത് ഇന്റർനെറ്റ്, ടെലിഫോൺ ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ടാണ്. ഇത് രാജ്യത്തിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ചിത്രം പുറം ലോകത്തിന് ലഭിക്കുന്നത് തടയുന്നു. ഈ അശാന്തിയുടെ കാതൽ എന്താണ്? സാധാരണക്കാരന്റെ നട്ടലൊടിക്കുന്ന കടുത്ത വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയുമാണോ ജനങ്ങളെ തെരുവിലിറക്കുന്നത്? അതോ പതിറ്റാണ്ടുകളായി തുടരുന്ന മതഭരണകൂടത്തോടുള്ള കടുത്ത എതിർപ്പാണോ? അതുമല്ലെങ്കിൽ സ്ത്രീകളുടെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെ പോലും ചവിട്ടിമെതിക്കുന്ന ഭരണകൂട നയങ്ങളോടുള്ള രോഷമാണോ ഇതിനു പിന്നിൽ? ഈ രോഷത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് പ്രക്ഷോഭകർ ഒരു പള്ളിക്ക് തീയിട്ട സംഭവം. ഇത് മതഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ വെറുപ്പിന്റെ ശക്തമായ പ്രതീകമാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുമ്പോൾ വ്യക്തമാകുന്നത് ഇറാനിൽ ഇന്ന് നടക്കുന്നത് ഒരു ഒറ്റ വിഷയത്തിൽ ഒതുങ്ങുന്ന പ്രതിഷേധമല്ല, മറിച്ച് സ്ത്രീകളും യുവജനങ്ങളും നേതൃത്വം നൽകുന്ന ബഹുമുഖമായ ഒരു വിപ്ലവമാണെന്നാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലെ ഒരു സുപ്രധാന ചരിത്ര മുഹൂർത്തമാണ് ഇത്. ഏതൊരു ഭരണകൂടത്തിന്റെയും നിലനിൽപ്പിന് സാമ്പത്തിക സ്ഥിരത അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക വ്യവസ്ഥ തകരുമ്പോൾ ഭരണകൂടത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ പിന്തുണക്കാർ പോലും തിരിയാൻ നിർബന്ധിതരാകും. ഇറാനിലെ നിലവിലുള്ള പ്രക്ഷോഭങ്ങളുടെ പെട്ടെന്നുള്ള കാരണം ഈ സാമ്പത്തിക തകർച്ചയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ ഒരു വശത്തും ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും മറുവശത്തും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിയുകയും പണപ്പെരുപ്പും ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തതോടെ ജനജീവിതം ദുസ്സഹമായി. തലസ്ഥാനമായ ടെഹ്റാനിലെ ജലക്ഷാമം അതിരൂക്ഷമായി. തലസ്ഥാനം മാറ്റുന്നതിനെക്കുറിച്ച് പോലും ഭരണകൂടം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. ഈ സാമ്പത്തിക തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്ന ചില പ്രധാന കണക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കറൻസിയുടെ മൂല്യ തകർച്ച ഏകദേശം 50%. പണപ്പെരുപ്പം ഏകദേശം 50%. ഇതിന്റെ ഫലമായി രാജ്യത്തെ മധ്യവർഗം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഈ സാഹചര്യമാണ് പ്രക്ഷോഭത്തിന്റെ സ്വഭാവത്തിൽ നിർണായകമായ ഒരു മാറ്റമുണ്ടാക്കിയത്. പരമ്പരാഗതമായി മതഭരണകൂടത്തെ പിന്തുണച്ചിരുന്ന വ്യാപാരി സമൂഹം ഇന്ന് തെരുവിലിറങ്ങി ഏകാധിപതി തുലയട്ട് എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ ആയത്തുള്ള ഖൊമേനി സ്ഥാപിച്ച മതഭരണ സംവിധാനത്തിനെതിരായ ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സാമ്പത്തിക ഞെരുക്കം പ്രക്ഷോഭങ്ങൾക്ക് തീ കൊളുത്തിയപ്പോൾ അതിന്റെ തീ കെടാതെ സൂക്ഷിക്കുന്നത് പതിറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങളാണ്. ഏകാധിപത്യ ഭരണകൂടങ്ങളുടെ ചരിത്രത്തിൽ എപ്പോഴും ഒരു വ്യക്തിയുടെ ദുരന്തം ഒരു ജനതയുടെ വിമോചനത്തിനുള്ള ആയുധമായി മാറാറുണ്ട്. ഇറാനിൽ മഹ്സ അമീനി എന്ന യുവതിയുടെ മരണം അത്തരത്തിലൊരു ചരിത്രപരമായ വഴിത്തിരിവായി മാറി. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധ നയങ്ങൾക്കെതിരായ രോഷത്തെ അത് ആളിക്കത്തിച്ചു. 2022 ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നും ഏതാനും മുടിയിഴകൾ പുറത്തു കണ്ടെന്നും ആരോപിച്ച് മതകാര്യ പോലീസ്, മൊറാലിറ്റി പോലീസ് അറസ്റ്റ് ചെയ്ത 22-കാരിയായ മഹ്സ അമീനി കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് ഇറാനിൽ അഭൂതപൂർവമായ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. സ്ത്രീ, ജീവിതം, സ്വാതന്ത്ര്യം, വുമൺ, ലൈഫ്, ഫ്രീഡം എന്ന മുദ്രാവാക്യം ലോകമെമ്പാടും മുഴങ്ങി. സ്ത്രീകൾ പരസ്യമായി തങ്ങളുടെ ഹിജാബുകൾ കത്തിച്ചും മുടിമുറിച്ചും പ്രതിഷേധിച്ചു. ഇത് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് മുന്നേറ്റങ്ങളിലൊന്നായി മാറി. കൂട്ട അറസ്റ്റുകളിലൂടെയും പീഡനങ്ങളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ ഉള്ളിലെ തീ കെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം അവർ ഇന്ന് എതിർക്കുന്ന ഭരണകൂടത്തിന്റെ സ്ഥാപന ചരിത്രവുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. വർത്തമാനകാല സംഘർഷങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കാൻ അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നിലവിലുള്ള മത ഏകാധിപത്യത്തിന്റെ ഉത്ഭവവും അതിനോടുള്ള ആഴത്തിലുള്ള ജനരോഷത്തിന്റെ കാരണങ്ങളും കണ്ടെത്താൻ 1979 ഇറാനിയൻ വിപ്ലവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അന്നത്തെ പാശ്ചാത്യ പിന്തുണയുള്ള ഷാ ഭരണകൂടത്തിനെതിരെ ആയത്തുള്ള ഖൊമേനി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ മതവിശ്വാസികൾ മാത്രമല്ല, വ്യാപാരികൾ, വിദ്യാർത്ഥികൾ, ഫെമിനിസ്റ്റുകൾ, ഇടതുപക്ഷക്കാർ, ലിബറലുകൾ എല്ലാവരും അണിനിരന്നു. എന്നാൽ അധികാരം പിടിച്ചെടുത്ത ശേഷം ഖൊമേനി തന്റെ മുൻ സഖ്യങ്ങളെ ആസൂത്രിതമായി വഞ്ചിച്ച് ഒരു മത ഏകാധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. അധികാരം ലഭിച്ചയുടൻ ഖൊമേനി സ്ത്രീകൾക്ക് നിർബന്ധിത ഹിജാബ് നിയമം നടപ്പിലാക്കി. അതിനെ എതിർത്ത ഫെമിനിസ്റ്റുകളെ അടിച്ചമർത്തി. വിപ്ലവത്തിൽ തനിക്കൊപ്പം നിന്ന ഇടതുപക്ഷ ലിബറൽ ഘടകങ്ങളെ ഭരണഘടനാ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. സാമ്രാജ്യത്വത്തിനെതിരെ പോരാടാൻ കൂടെ നിന്നവരെ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ഇല്ലാതാക്കാൻ തുടങ്ങി. വിദേശ കുത്തകകളെ തകർത്ത് തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാപാരികൾ ഖൊമേനിയെ പിന്തുണച്ചത്, അല്ലാതെ ജനാധിപത്യത്തോടുള്ള താല്പര്യം കൊണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അവർക്ക് ലഭിച്ചത് മുല്ലമാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ബസാർ സംവിധാനമാണ്. പണ്ട് ഷാ ഭരണകൂടം ചെറുകിട വ്യാപാരികളോട് എങ്ങനെ പെരുമാറിയോ അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ മതഭരണകൂടവും അവരെ കൈകാര്യം ചെയ്യുന്നത്. ഏതൊരു വിഭാഗത്തിന്റെ പിന്തുണയോടെയാണോ ഈ ഭരണകൂടം അധികാരത്തിൽ വന്നത്
അവരെ എല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ഇന്നത്തെ പ്രക്ഷോഭത്തിന്റെ വ്യാപകമായ സ്വഭാവത്തിന് ഈ ചരിത്രപരമായ വഞ്ചന ഒരു പ്രധാന കാരണമാണ്. ഈ സംഘർഷങ്ങളുടെ അന്തിമ ഫലം എന്തായിരിക്കുമെന്നതാണ് കേന്ദ്ര ചോദ്യം. ഭരണകൂടത്തിന്റെ ഉരുക്കുമുഷ്ടിയും ജനങ്ങളുടെ അടങ്ങാത്ത അതിജീവന ശേഷിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണിത്. ഇരുവശത്തുമുള്ള ശക്തികളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തേണ്ടതുണ്ട്. ഇതിന്റെ സൈനിക ഭരണ സംവിധാനങ്ങളെല്ലാം ഭരണകൂടത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ്. ഏറ്റവും പുതിയ പ്രക്ഷോഭങ്ങളിൽ ഇതിനകം 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ സൈനിക ശക്തി ഭരണകൂടത്തിന്റെ ഒരു പ്രധാന ദൗർബല്യത്തെ മറച്ചുവെക്കുന്നുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവഗണിച്ച് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ വിദേശ ശക്തികൾക്കും സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതകാര്യ പോലീസിനും വേണ്ടി കോടിക്കണക്കിന് പണം ചെലവഴിക്കുന്നത് ജനരോഷം വർദ്ധിപ്പിക്കുന്നു. ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കിടയിലും പ്രക്ഷോഭത്തിന്റെ തീ കെട്ടുപോകാത്തതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഇറാനിൽ 99% മുസ്ലിങ്ങളാണെന്ന് ഔദ്യോഗികമായി പറയുമ്പോഴും സ്വതന്ത്ര പഠനങ്ങൾ കാണിക്കുന്നത് 50%-ലധികം ആളുകൾ സ്വയം മതമില്ലാത്തവരായോ മതേതരവാദികളായോ ആണ് കാണുന്നത് എന്നതാണ്. അതിനാൽ തങ്ങളുടെ ദുരിതങ്ങളെ മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ന്യായീകരിക്കാനുള്ള ഭരണകൂട ശ്രമങ്ങൾ ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ വിലപ്പോവില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായി ഇറാനിലെ സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കാനോ അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കാനോ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ വിദ്യാസമ്പന്നരായ ഇറാനിയൻ സ്ത്രീകൾ ശരീഅത്ത് നിയമത്തിന്റെ കീഴിൽ അടിമകളെ പോലെ ജീവിക്കാൻ തയ്യാറല്ല. സായുധരായ ഒരു ഭരണകൂടവും അതിജീവിക്കാൻ വേണ്ടി പോരാടുന്ന നിരായുധരായ ഒരു ജനതയും തമ്മിലുള്ള പോരാട്ടമാണ് ഇറാനിൽ നടക്കുന്നത്. ഇറാനിലെ പ്രതിസന്ധി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒതുങ്ങുന്ന ഒരു പ്രതിഷേധമല്ല, മറിച്ച് സാമ്പത്തിക തകർച്ച, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, പതിറ്റാണ്ടുകളായി ഒരു മത ഏകാധിപത്യത്തിനെതിരെ നിലനിൽക്കുന്ന രോഷം എന്നിവയിൽ നിന്നുടലെടുത്ത ആഴത്തിൽ വേരുകളുള്ള ഒരു വിപ്ലവമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഇന്ന് നേരിടുന്നത് അതിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിസന്ധിയാണ്. ഭരണകൂടം സൈനികമായി ശക്തരാണെങ്കിലും അവർക്ക് ജനങ്ങളുടെ അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇറാന്റെ ഭാവി നിർവചിക്കുന്ന 2 വിഭാഗങ്ങളുടെ, വിദ്യാഭ്യാസ സമ്പന്നരായ സ്ത്രീകളുടെ മതേതര ചിന്താഗതിയുള്ള യുവജനങ്ങളുടെയും ഈ പോരാട്ടത്തിന്റെ അടിയന്തര ഭാവി അനിശ്ചിതത്വത്തിലാണെങ്കിലും അതിന്റെ ദിശ വ്യക്തമാണ്. അടിസ്ഥാനപരമായ മാറ്റത്തിനായുള്ള ആവശ്യം ഇറാനിൽ ഇപ്പോൾ കെടാത്ത ഒരു തീയായി മാറിയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.